നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങളിൽ ഒരാളുടെയെങ്കിലും ചെവി മൂളുന്നത് നിങ്ങൾ അനുഭവപ്പെട്ടാൽ, ചെവി മൂളുന്നതായി നിങ്ങൾക്ക് തോന്നിയാൽ, ഫൽ യദ്കുറുനി, അവൻ എന്നെ ഓർത്തുകൊള്ളട്ടെ, അവൻ എന്നെ സ്മരിച്ചു കൊള്ളട്ടെ, അവൻ എന്റെ പേര് പറഞ്ഞുകൊള്ളട്ടെ. എന്നിട്ടോ ഫൽ യുസല്ലി അലയ്യ, അവൻ എന്റെ മേൽ സലാം പറഞ്ഞു സ്വലാത്ത് ചൊല്ലട്ടെ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് അതിന്റെ കാരണം? മഹാനായ ഇമാമുനാ ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി അടക്കമുള്ള നവവി ഇമാമിനെ പോലെയുള്ള മഹാരഥന്മാർ വളരെ വിശദമായ വിശദീകരണം നൽകുന്നുണ്ട്. എന്താണ് കാരണമെന്നറിയോ? നമുക്കറിയാം, നമ്മുടെ റൂഹുകളെല്ലാം ഒരുമിച്ച് കൂടുന്ന ഒരു സ്ഥലമുള്ളതിന് ആലമുൽ അർവാഹ് എന്നാണ് പറയുക. ഈ ആലമുൽ അർവാഹിൽ അള്ളാഹുവിന്റെ പ്രവാചക നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൂഹും അവിടെയുണ്ട്. അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, നമ്മൾ ദുനിയാവിൽ ജീവിച്ചിരിക്കുമ്പോ പരിശുദ്ധരായ ആത്മാവുകൾ എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാരും സ്വാലിഹീങ്ങളും ഔലിയാക്കന്മാര് മാത്രമല്ല, അള്ളാഹു ആദരിച്ച ചില അടിമകൾ, അള്ളാഹിന് ഇഷ്ടപ്പെട്ട ചില അടിമകൾ, ആ റൂഹുകൾക്ക് അള്ളാഹു ആലമുൽ അർവാഹിലേക്ക് സഞ്ചരിക്കാൻ അള്ളാഹു ഭാഗ്യം കൊടുക്കും. അങ്ങനെ സഞ്ചരിച്ച് അള്ളാഹുവിന്റെ മുത്തായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൂഹ് സ്ഥിതി ചെയ്യുന്ന പരിശുദ്ധമായ ഇടത്തേക്ക് നമ്മുടെ റൂഹ് പോകും. എന്നിട്ടോ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ റൂഹിനെ പറ്റി അള്ളാന്റെ പ്രവാചകന്മാരോട്, സ്വാലിഹീങ്ങളോട്, പടച്ച തമ്പുരാനോട്, ഈ മനുഷ്യനെ കുറിച്ച്, ഈ റൂഹിന്റെ ഓണറെ കുറിച്ച് അള്ളാന്റെ റസൂല് നല്ലത് പറയുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ മുത്തുനബി തങ്ങളുടെ റൂഹ് അള്ളാനോട് നല്ലത് പറയും. ഈ മനുഷ്യൻ നല്ലതാണ്, ഈ മനുഷ്യന് നന്മയുണ്ട്, ഈ മനുഷ്യന് ഖൈറുണ്ട് എന്ന് അള്ളാന്റെ റസൂല് നമ്മുടെ റൂഹിനെ പറ്റി പടച്ചവനോട് പറയുമെന്നാണ്. എന്നിട്ട് അള്ളാഹുവിന്റെ ഖദർ തീരുമാനപ്രകാരം ആലമുൽ അർവാഹിലേക്ക് കടന്നു ചെന്ന് മുത്തുനബി തങ്ങളുടെ റൂഹ് സന്ദർശിച്ച് മടങ്ങി വന്ന് നമ്മുടെ ശരീരത്തിലേക്ക് നമ്മുടെ ആത്മാവ് റൂഹ് തിരിച്ചു കയറുമ്പോ നമ്മുടെ ശരീരം തരുന്ന സിഗ്നലാണ് ചെവി മൂളുന്നത് എന്ന് മഹാരഥന്മാരാകുന്ന പണ്ഡിതന്മാർ. എന്നിട്ട് അവർ പറയണം എന്ന് പറഞ്ഞാൽ, ചെവി മൂളുമ്പോ നമ്മൾ പറയേണ്ട പ്രാർത്ഥന ദക്കറല്ലാഹു ബിഖൈരിൻ മൻ ദക്കറനി. മഹാരഥന്മാർ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന കാര്യമാണ്, വെറുതെ കെട്ടുകഥകളല്ല. ഈ മൊയിലാർക്ക് വരെ പണിയൊന്നുമില്ലേ, ഇതൊക്കെയാണോ പറഞ്ഞു കൊടുക്കുക, ഇതൊക്കെ എവിടെ നിന്ന് കിട്ടുന്ന ഉസ്താദ് എന്നൊക്കെ പറയുന്ന കിതാബ് മറിച്ചു നോക്കിൻ. മഹാരഥന്മാർ ഇഹ്യാ ഉലൂമുദ്ദീൻ പോലെയുള്ള ശറഹുൽ മുഹദ്ദബ് പോലെയുള്ള ഗ്രന്ഥങ്ങൾ നിങ്ങൾ വായിച്ചറിയും. ചെവി തുടിച്ചാൽ എന്താ, കണ്ണ് തുടിച്ചാൽ എന്താ, ചുണ്ട് തുടിച്ചാൽ എന്താ, അവയവങ്ങൾ തുടിച്ചാൽ എന്നർത്ഥം എന്നൊരു വലിയ വിശദമായ വീഡിയോ